വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിങ്? നിങ്ങൾക്കിടയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കിടയിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് കാണാനായിട്ടുള്ള സമയമൊക്കെ ആയിട്ടുണ്ടാവുക. ഞാൻ ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഒന്നും റെസനേഷൻ സംഭവിക്കണമെന്നില്ല. അപ്പോൾ റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക. ഓക്കെ, മെഡിറ്റേഷൻ്റെ ബൈറ്റ് വെക്കുന്നുണ്ട്, ഒന്ന് കണ്ടിട്ട് വരാം. കൂടുതൽ നിങ്ങൾക്ക് റെസനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കെങ്ങും റെസനേറ്റ് ആയില്ലേ, ഈ ചേച്ചി തോന്നിയത് പറയാണ് എന്നും പറഞ്ഞു വരണോടാണ് ഞാൻ ഈ പറയുന്നത്. മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് വെറുതെ ഒട്ടി പോയി കണ്ടിട്ട് വരാനല്ല, അടിച്ചിട്ട് കണ്ടിട്ട് വരാനല്ല പറയുന്നത്. അത് കണ്ട് നിങ്ങൾ അതിൻ്റെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടിരുന്ന് പറയുന്ന റൂൾസ് എല്ലാം പാലിച്ച് ഈ സംഭവം കണ്ടിട്ട് വന്നിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആയില്ലെങ്കിൽ പറയൂ കേട്ടോ. അപ്പം സ്റ്റാർട്ട് ചെയ്യാം.
The World card. The World കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ നെക്സ്റ്റ് എടുക്കാം, എന്നിട്ട് ക്ലാരിഫിക്കേഷൻ പറയാം. ഓക്കെ നിങ്ങളുടെ എല്ലാമായവൻ അല്ലെങ്കിൽ എല്ലാമായവൾ, നിങ്ങളെ അത്രയ്ക്കും സ്നേഹിക്കുന്ന ഒരാൾ, നിങ്ങൾ അത്രയ്ക്കും കാര്യമായിട്ട് നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരാൾ, നിങ്ങളെ നിങ്ങളൊരു സിംഹമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ആർക്കും മരിക്കാൻ പറ്റാത്തൊരു വലിയ സംഭവമായിരിക്കാം. ചിലപ്പോൾ കള്ള്, കഞ്ചാവ്, അങ്ങനത്തെ സാധനങ്ങൾ, ഡ്രഗ്സ്, ഈ വക സാധനങ്ങളെല്ലാം യൂസ് ചെയ്ത് പുകവലി, ഇതിലൊക്കെ അടിമപ്പെട്ട് ഡേഞ്ചർ സിറ്റുവേഷനിൽ പോയിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളെ മാറ്റിയെടുത്ത് ഒരു കുഞ്ഞിനെ പോലെ നിങ്ങളെ കെയർ ചെയ്ത് ഇപ്പോൾ നിങ്ങളൊരു നല്ല മനുഷ്യനായി, ഒരു നല്ലൊരു ജോലിയിൽ കയറി, നല്ലൊരു ആറ്റിറ്റ്യൂഡായി, നല്ലൊരു ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ക്രെഡിറ്റ്, എവറിത്തിങ്, എല്ലാ ക്രെഡിറ്റും ഗോസ് ടു യുവർ പാർട്ട്ണർ അല്ലേ? ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ എങ്ങനെയായിരുന്നു, നിങ്ങൾ മുന്നേ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുക. നിങ്ങൾ ഏത് ലൈഫിലാണ് ഉണ്ടായിരുന്നത് എന്ന് ചിന്തിക്കുക. നിങ്ങളെ എങ്ങനെയൊക്കെ അവർ കെയർ ചെയ്തു, എങ്ങനെയൊക്കെ അവർ സ്നേഹിച്ചു, എങ്ങനെയൊക്കെ നിങ്ങൾ അവരെ കെയർ ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ കൊണ്ടുപോയി. അങ്ങനെ അവർ കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ഭ്രാന്തുണ്ടായിട്ടല്ല, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് അവരിതൊക്കെ ചെയ്യുന്നത്. അത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ പകുതി വഴിയിൽ വെച്ച് മറന്നു പോയിട്ടുള്ള ഒരു കാര്യമാണ് ദിസ് തിങ്. മനസ്സിലായോ? നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെ കെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ വ്യക്തിക്ക് വന്നിട്ടുള്ള പേഴ്സണൽ, ഇൻഡിവിജ്വലായിട്ട് ആ വ്യക്തിക്ക് വന്നിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പല അവസരങ്ങൾ, പല മാരേജ് പ്രപ്പോസൽസ്, ഇതെല്ലാം തട്ടി മാറ്റിയിട്ടാണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതം കളഞ്ഞ്, ജീവൻ കളഞ്ഞ്, എല്ലാം ത്യജിച്ച് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി വളരെ പോസിറ്റീവായിട്ട് നിന്നതും നിങ്ങളെ ഇത്രയ്ക്കും അധികം മാറ്റിയെടുത്തതും. എന്നിട്ട് നിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു നന്ദി എന്ന് പറയുന്ന സാധനം എന്താ? ഒന്ന് പറ. നിങ്ങളെ വളരെ എല്ലാമായി കരുതി, നിങ്ങളെ വളരെ സേഫായിട്ടും സെക്യൂറായിട്ടും, നിങ്ങൾ അവിടെ ഇവിടെയും തട്ടാതെയും വളരെ ഹാപ്പി ആയിട്ടും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന അവർക്ക് നിങ്ങളിപ്പോൾ തിരിച്ചു കൊടുക്കുന്ന നന്ദി എന്താണെന്നൊന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ചിലപ്പോൾ ആ പറയുന്ന വ്യക്തിയായിരിക്കും ഈ കാണുന്നത്, ആ അനുഭവിച്ച വ്യക്തിയായിരിക്കും ഈ കാണുന്നത്, ആ സ്നേഹിച്ച വ്യക്തിയായിരിക്കും ഈ കാണുന്നത്. തിരിച്ചടികൾ മാത്രമാണ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുക, തിരിച്ചടികൾ മാത്രം. നിങ്ങൾ സ്നേഹിച്ച രീതിയിലോ നിങ്ങൾ കെയർ ചെയ്ത രീതിയിലോ ഒന്നുമല്ല അവർ നിങ്ങൾക്ക് തിരിച്ചു തന്നത്. നിങ്ങളെ വളരെയധികം ഒരു വാല്യൂ ഇല്ലാതെ, എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ ഒരു വാല്യൂ ഇല്ലാതെ നിങ്ങളെ തള്ളിക്കളഞ്ഞ ആളുകളായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ചീറ്റ് ചെയ്തു പോയവരെ കാണുന്നുണ്ട്. അവർക്ക് വേറെ ലക്ഷ്യമുണ്ടായിരിക്കാം, ആ ലക്ഷ്യത്തിൻ്റെ പിന്നാലെ അവർ പാഞ്ഞു, നിങ്ങളെ അവിടെ ഇട്ടു. നിങ്ങളെങ്ങനെയായിരുന്നു ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങളെ പരിപാലിച്ച് സ്വന്തം ഓപ്പർച്യൂണിറ്റീസ്, സ്വന്തമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കളഞ്ഞ്, നല്ല മാരേജ് പ്രപ്പോസൽസൊക്കെ ആ സമയത്ത് വന്നിട്ട് പോലും അതൊക്കെ കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയത്നിച്ച് മുന്നോട്ട് ജീവിച്ച അവരെ ഇപ്പം അനുഭവിക്കുക. നിങ്ങളെ വിട്ടുപോയില്ലേ മക്കളെ, നിങ്ങളെ വിട്ടുപോയി, വേറൊരു കാര്യത്തിന് വേണ്ടി അവർ പോയി, അല്ലെങ്കിൽ വേറൊരു അവസ്ഥയിലേക്ക് അവർ നീങ്ങിപ്പോയി. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോവാണ്. നിങ്ങൾ ഇനി പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇനി നല്ലൊരു അവസരമാണ്, നല്ലൊരു ആരംഭമാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. ന്യൂ ബിഗിനിങ് ഓഫ് യു ഗൈസ്. നിങ്ങൾക്ക് ന്യൂ ആയിട്ടൊരു ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ്. നിങ്ങൾ ഇത്രയും കാലം കരഞ്ഞതിനും, ഇത്രയും കാലം സങ്കടപ്പെട്ടതിനും, ഇത്രയും കാലം വിഷമിച്ചതിനും, ഇത്രയും കാലം വേദനിച്ചതിനുമെല്ലാം ഒരു റിസൾട്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ദാറ്റ്സ് യു ഗൈസ്. നിങ്ങൾക്ക് അത്രയ്ക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഫ്രണ്ട്ഷിപ്പോ എന്തോ
ന്യൂ ബിഗിനിങ് ആയിട്ട് കാണും. നിങ്ങൾക്ക് എല്ലാം സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ, നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരാൾ, ഒരു ന്യൂ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരുന്ന അവസ്ഥ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നവർ ചില സിറ്റുവേഷനിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ആ വ്യക്തിയെ തന്നെ മതി എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ പേർക്ക് ആ വ്യക്തി തിരിച്ചു വരുന്നത് കാണുന്നുണ്ട്. അതല്ലാത്തവർക്ക് ഒരു ന്യൂ റിലേഷൻഷിപ്പ്, ഒരു വ്യക്തിയെ പറ്റി ആലോചിക്കാൻ പോലും പറ്റാത്ത ആളുകൾക്ക് അതല്ലാത്ത കുറച്ച് പേർക്കുണ്ട്, അത്രയും വെറുത്തവരുണ്ട്, അത്രയും ടോക്സിക് ആയവരുണ്ട്. അവർക്കൊരു ന്യൂ റിലേഷൻഷിപ്പ്, നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത്, അതിൻ്റെ ചേഞ്ചസ്, അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പല അവസ്ഥയിൽ, പല സിറ്റുവേഷനിൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കാതിരിക്കുക. നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് വിഷമിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇപ്പോഴും കഴിഞ്ഞു പോയ കാര്യം ഇതന്നെ നിങ്ങൾ വിസ്മരിച്ചുകൊണ്ടിരിക്കുക, ഇതന്നെ പറഞ്ഞ് നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളോട് പറയുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മറന്നേക്കുക. ആ ഒരു കാര്യത്തെ പറ്റി മാത്രം ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എവിടെ എത്തില്ല. അവർ തന്ന കാര്യങ്ങൾ, അവരുടെ മെമ്മറീസ് തന്നെ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ മെമ്മറീസിൽ നിങ്ങൾ ജീവിച്ചു പോയി നിങ്ങൾ എവിടെയെങ്കിലും എത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള അടികൾ, അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള തിരിച്ചടികൾ, നിങ്ങൾ എങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ട് അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള തിരിച്ചടികൾ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇനി അവർ തിരിച്ചു വന്നാൽ തന്നെ നിങ്ങൾക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ട് അവരെ സ്വീകരിക്കാൻ പറ്റുമോ? കാരണം അത്രയ്ക്ക് നിങ്ങൾ ദ്വേഷിച്ചില്ല അവരെ, അത്രയും നിങ്ങൾ വിഷമിപ്പിച്ചില്ല അവരെ. പിന്നെ എന്തിനാണ്? ലിവ് ഇറ്റ്. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതം, നമുക്കൊക്കെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അത് മനോഹരമായിട്ട് ജീവിച്ച് തീർക്കേണ്ടത് നമ്മുടെ കടമയാണ്. സോ അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക, അതിനനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുക. ഓക്കെ, കഴിഞ്ഞുപോയ പാസ്റ്റ് ലൈഫ് ട്രോമാസിനെയൊക്കെ അവിടെ ഇട്ട് ലീവ് ചെയ്യുക, മുന്നോട്ട് നീങ്ങുക. നിങ്ങൾക്ക് ചുറ്റും പുതിയ പുതിയ സയൻസ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്, പുതിയ പുതിയ ലോകത്തെ യൂണിവേഴ്സ് പടുത്തുയർത്തുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലാതെ ഇത് തന്നെ പറഞ്ഞിരിക്കരുത് പ്ലീസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് വരാൻ പോവുകയാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അതിനുള്ളൊരു മാജിക്കൽ പവർ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഓക്കെ, ചിന്തിച്ച് പ്രവർത്തിക്കുക. അല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ മുന്നോട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക. എന്ത് കാര്യം ചെയ്യാനുണ്ടോ ആ കാര്യത്തിലേക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കുക. ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുക. ഒരു തീരുമാനം, ലൈഫിലൊരു തീരുമാനം, വളരെ കട്ടായം പോലെ ഒരു തീരുമാനം എടുക്കുക. അതെടുത്തോ മുന്നോട്ട് നീങ്ങുക. അല്ലാതെ പിന്നെ പുറകോട്ട് നോക്കുക, പിന്നെ കഴിഞ്ഞു പോയ വഴികൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും നിങ്ങൾ ചിന്തിക്കാതെ ലിവ് ഇറ്റ്. മുന്നോട്ട് നീങ്ങുക, ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുക. നിങ്ങളുടെ വഴികളിൽ നിങ്ങളെ കാത്തു പാലിക്കാനായിട്ട് നിങ്ങളുടെ ദൂതന്മാരുണ്ട്. മനസ്സിലായോ? നിങ്ങളുടെ പാദം കല്ലിൽ തട്ടാതെ അവർ നിങ്ങളെ കൈകളിൽ വഹിച്ചുകൊള്ളും. കേട്ടിട്ടുണ്ടോ ബൈബിൾ ക്വാട്ട്? നിങ്ങളുടെ പാദങ്ങൾ കല്ലിൽ തട്ടാതെ നിങ്ങളെ കൈകളിൽ അവർ വഹിച്ചുകൊള്ളും. യുവസിംഹത്തെയും സർപ്പത്തെയും നിങ്ങൾ ചവിട്ടി മെതിക്കും. നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തടസ്സങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾക്ക് മുന്നിൽ വന്നാലും ചവിട്ടി മെതിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങും. അത്രയ്ക്കും കഴിവുള്ള ആളുകളാണ് നിങ്ങൾ. അത്രയ്ക്കും കാലിബറുള്ള ആളുകളാണ് നിങ്ങൾ പകുതി വഴിയിൽ സ്റ്റക്ക്ഡായിട്ട് നിൽക്കേണ്ട വ്യക്തികളല്ല. സോ മുന്നോട്ട് നീങ്ങുക. നിങ്ങൾക്കുള്ള പാത അവിടെ നിന്ന് ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള പാത വളരെ വ്യക്തമായിട്ട് അവിടെ നിന്ന് ഒരുക്കുന്നുണ്ട്. സൂപ്പറായിട്ട് നിങ്ങൾ അതിൽ മുന്നോട്ട് നീങ്ങുക. ഓക്കെ, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടേതാണ്. മറ്റാരുടെയും കക്ഷത്തിനിടയിലേക്ക് അത് വെച്ച് കൊടുക്കാൻ നിൽക്കരുത്. അവനാന് തീരുമാനിക്കാനുള്ളൊരു കഴിവും കപ്പാസിറ്റി ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിട്ട് കളയുക. അപ്പോൾ എന്താ പറയുക, പോസിറ്റിവിറ്റി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് 3 ചാനലുണ്ട്. 3 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ. എല്ലാവരും ഒരു ഹാർട്ട് തന്നേ, എനിക്ക് മറക്കാതെ ഒരു ഹാർട്ട് തരിക. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.